നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഫസ്റ്റത്തെ എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള ഫുൾ വേവ് കൺവെർട്ടറും ഹാഫ് വേവ് കൺവെർട്ടറാണ്. അപ്പോൾ ഫുൾ വേവ് കൺവെർട്ടറും ഹാഫ് വേവ് കൺവെർട്ടറും ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് സർക്യൂട്ട് ഡയഗ്രം നോക്കാം. സർക്യൂട്ട് ഡയഗ്രത്തിൽ 4 തൈറിസ്റ്റേഴ്സും പിന്നെ ബാക്കി കുറേ കമ്പോണൻസുമാണ് ഉള്ളത്. അപ്പോൾ മെയിനായിട്ടുള്ള 4 തൈറിസ്റ്റേഴ്സ് നമുക്ക് ആദ്യം വെക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തൈറിസ്റ്റർ സെർച്ച് ചെയ്യാം. തൈറിസ്റ്റർ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇത് കൺട്രോൾ R അടിച്ചാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിങ്ങനെ തൈറിസ്റ്ററിനെ പൊസിഷൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് മെഷർമെൻറ്റ് പോർട്ട് ആവശ്യമില്ല. അപ്പോൾ മെഷർമെൻറ്റ് പോർട്ട് ഹൈഡ് ചെയ്യാം. അത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് മെഷർമെൻറ്റ് പോർട്ട് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കോപ്പി ചെയ്യാം. കൺട്രോൾ നോക്കിയിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ആവും. അപ്പോൾ നമുക്ക് 4 തൈറിസ്റ്റേഴ്സിനെ ആദ്യം വെക്കാം. അപ്പോൾ 4 തൈറിസ്റ്ററും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് സോഴ്സാണ്. അപ്പോൾ നമുക്ക് AC വോൾട്ടേജ് സോഴ്സ് സെർച്ച് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാം. അപ്പോൾ AC വോൾട്ടേജ് സോഴ്സുമായി ഇനി അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുന്നത് കറണ്ട് മെഷർമെൻ്റ് ആണ്. അപ്പോൾ കറണ്ട് മെഷർമെൻറ്റ് വെക്കാം. പിന്നെ വോൾട്ടേജ് മെഷർമെൻ്റ് ആണ് അടുത്തത്. അപ്പോൾ അത് വോൾട്ടേജ് മെഷർമെൻറ്റ് നമുക്ക് സെർച്ച് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഓരോ കമ്പോണൻറ്റിൻ്റെയും പേര് ഇപ്പോൾ ആദ്യം പറയണത് ജസ്റ്റ് ഒന്ന് ഫെമിലിയറൈസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പൾസ് ജനറേറ്റേഴ്സ് വെക്കാം. അപ്പോൾ 4 തൈറിസ്റ്ററിനും കൂടെ 2 പൾസ് ജനറേറ്റർ ആണ്. അപ്പോൾ ആദ്യം ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് അത് തന്നെ കോപ്പി ചെയ്ത് രണ്ടാമത്തേനും ഇപ്പോൾ തൽക്കാലത്തേക്ക് വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് നമ്മുടെ കറണ്ട് മെഷർ ചെയ്തല്ല അതിൽ നിന്ന് പവർ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് കോംപ്ലക്സ് ടു മാഗ്നിറ്റ്യൂഡിൻ്റെ ബ്ലോക്കും അതിന് ഫോളോ ചെയ്തിട്ട് നമുക്കൊരു ഗെയിൻ ബ്ലോക്കും പിന്നെ ഒരു കോസ് ബ്ലോക്കും പിന്നെ ഒരു ഡിസ്പ്ലേ ആണ് വേണ്ടത്. ഇതിൽ ടെർമിനേറ്ററും കൂടെ ആഡ് ചെയ്യണത് ജസ്റ്റ് നമുക്ക് ആ മാഗ്നിറ്റ്യൂഡ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ആകെ ഫേസ് മാത്രം നമുക്ക് മതി, ഇത് ആംഗിൾ മാത്രം നമുക്ക് മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടെർമിനേറ്റർ മാഗ്നിറ്റ്യൂഡ് ബ്ലോക്കിൻ്റെ അടുത്ത് വെക്കുന്നത്. പിന്നെ നമുക്ക് ഔട്ട്പുട്ട് കറണ്ട് മെഷർമെൻറ്റ് വേണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ DC മെഷീൻ, അതായത് ഇതാണ് നമ്മുടെ ലോഡായിട്ട് ആക്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് DC മെഷീനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് DC മെഷീൻ്റെ ഫീൽഡ് വൈൻഡിങ്ങിന് വേണ്ടി ഒരു DC സോഴ്സ്, അതായത് DC വോൾട്ടേജ് സോഴ്സ് നമ്മൾ വെക്കും. പിന്നെ നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എടുക്കാനായിട്ട് ഒരു ബസ് സെലക്ടർ ആവശ്യമുണ്ട്. അപ്പോൾ ബസ് സെലക്ടറാണ് നമ്മൾ വെക്കേണ്ടത്. ഇത് ഡിമാക്സ് അല്ല, നമ്മൾ ബസ് സെലക്ടറാണ് വെക്കുന്നത്. അപ്പോൾ ബസ് സെലക്ടർ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മക്സും വേണം. മക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോർക്ക് ക്യാരിയിൽ നമ്മുടെ കൊടുക്കുന്ന ടോർക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ടോർക്കും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് ഒറ്റ ഗ്രാഫിൽ കിട്ടാനായിട്ടാണ് മക്സ് വെക്കുന്നത്. പിന്നെ ഗെയിൻ ഇത് നമ്മുടെ സ്പീഡ് ക്യാരിയല തിരിച്ച് RPMലോട്ടാക്കാനായിട്ടാണ്. അപ്പോൾ ഇത്രയും വെച്ച് കഴിയുമ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വോൾട്ടേജ് മെഷർമെൻറ്റും പിന്നെ ടോർക്കിന് വേണ്ട കോൺസ്റ്റൻറ്റ്, ഇത് കോൺസ്റ്റൻറ്റ് ബ്ലോക്കാണ്. നമ്മൾ ലോ ടോർക്ക് കൊടുക്കാനായിട്ടാണ് കോൺസ്റ്റൻറ്റ് ബ്ലോക്ക് വെക്കുന്നത്. ഇനി നമുക്ക് സ്കോപ്സ് ഒക്കെ ഓരോന്നായിട്ട് വെക്കാം. ആദ്യം നമുക്കൊരു 4 ഇൻപുട്ട് സ്കോപ്പാണ് വേണ്ടത്. അതായത് മെയിനായിട്ട് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് കറണ്ട്, ഔട്ട്പുട്ട് കറണ്ട് എല്ലാം നോട്ട് ചെയ്യാനായിട്ട് നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറണ്ടിൻ്റെ THDയും പിന്നെ കറണ്ടിൻ്റെ ഒരു ഡിസ്പ്ലേയും വെക്കാനാണ്. ഇത് ഇൻപുട്ട് സോഴ്സ് കറണ്ടാണ്. പിന്നെ നമുക്ക് മെക്കാനിക്കൽ ക്യാരയ്ക്ക് വേണ്ട 2 ഇൻപുട്ടുള്ളൊരു സ്കോപ്പും വെക്കണം. പിന്നെ ഇൻപുട്ട് കറണ്ട് സോഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്കോപ്പ് നമ്മൾ വെക്കുന്നുണ്ട്. അവസാനമായിട്ട് പവർ GUI ബ്ലോക്ക് വെക്കണം, കാരണം ഇത് വെച്ചില്ലെങ്കിൽ കുറേ എറേഴ്സ് വരും. അപ്പോൾ പവർ GUI ബ്ലോക്ക് അവസാനം നമ്മൾ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൾസ് ജനറേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു സ്കോപ്പാണ് 2 ഇൻപുട്ടുള്ളൊരു സ്കോപ്പും വെക്കുന്നു. അപ്പോൾ ഇത്രയും കമ്പോണൻസ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ കമ്പോണൻസും ആയി. ഇനി നമുക്ക് കണക്ഷൻസാണ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കണക്ഷൻസ് നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പോവാം.
ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കണക്ഷനായി. ഇനി ആകെ ജസ്റ്റ് ഈ ബസ് സെലക്ടറിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബസ് സെലക്ടറിൽ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനുണ്ട്. അതായത് നമുക്ക് കൊടുത്തേക്കുന്ന ഇൻപുട്ട് സിഗ്നൽസ് രണ്ടെണ്ണം സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ ടോർക്കും സ്പീഡ് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന 2 സിഗ്നൽ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ടോർക്കും സ്പീഡുമായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ജസ്റ്റ് അത് എവിടെ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു കണക്ഷൻ ചെയ്ത് നോക്കണം. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി സ്പീഡിൻ്റെ കണക്ഷനാണെന്ന്. അപ്പോൾ നമ്മളത് സ്പീഡ് കൊടുക്കുന്ന സ്ഥലത്തായിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ എല്ലാ കണക്ഷനും കഴിഞ്ഞ് ഇനി ജസ്റ്റ് നമുക്ക് ഓരോ പാരാമീറ്റേഴ്സിനുള്ള വാല്യൂസ് ഇൻപുട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ലോഡ് ടോർക്ക് 20 ആയതുകൊണ്ട് നമുക്ക് ആ കോൺസ്റ്റൻറ്റ് ബ്ലോക്കിൽ 20 ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കറണ്ടിൻ്റെ THD ബ്ലോക്കിൽ നമ്മൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 50 സെറ്റ് ചെയ്യണം. കാരണം എന്ന് പറയാനായിട്ട് നമ്മുടെ ഇൻപുട്ട് AC, അതായത് ഇത് 350 വോൾട്ട് 50 ഹെർട്സ് AC ആണ്. അപ്പോൾ അതും നമ്മൾ ജസ്റ്റ് അവിടെ പോയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ THD നമ്മൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 50 ഹെർട്സ് ആയിട്ട് സെറ്റ് ചെയ്യണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ കറണ്ടിൽ ഗെയിനിൻ്റെ വാല്യൂ ആണ്. ഇത് നമ്മൾ സെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഡിഗ്രീസിലാണ്. പക്ഷെ നമ്മൾ കോസ് ബ്ലോക്ക് വെച്ചേക്കണത് റേഡിയൻ വാല്യൂസാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഡിഗ്രി വാല്യൂവിനെ റേഡിയൻസിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ആദ്യം π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണത്. അപ്പോൾ നമുക്ക് റേഡിയൻസ് കിട്ടി. ആ റേഡിയൻസ് നമുക്ക് കോസിൽ കൊടുക്കുമ്പോൾ നമുക്ക് പവർ ഫാക്ടർ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് സ്പീഡിൻ്റെ ഗെയിനാണ്. സ്പീഡിൻ്റെ ഗെയിൻ നമുക്ക് തന്നേക്കുന്നത് റേഡിയൻസ് പെർ സെക്കൻഡിലാണ്. പക്ഷെ നമുക്ക് വേണ്ടത് RPMലാണ്. അതായത് നമ്മുടെ ഈ റേഡിയൻസിനെ നമ്മൾ ഡിഗ്രീസിലോട്ടും സെക്കൻഡ്സിനെ മിനിറ്റിലോട്ടും ആണ് ആക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ 180/π ദ ഹോൾ ഡിവൈഡഡ് ബൈ 60 ചെയ്യണം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് 30/π എന്ന് എഴുതാൻ പറ്റും. അതാണ് നമ്മൾ ഫൈനലായിട്ട് എഴുതുന്നത്. കാരണം 180/π/60 നമ്മുടെ ലാബ് മാനുവലിലൊക്കെ 30/π എന്നായിരിക്കും കിടക്കുന്നത്. പിന്നെ നമുക്ക് DC മെഷീൻ്റെ വാല്യൂ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അത് പ്രീസെറ്റായിട്ട് നമ്മൾ നോ എന്നായിരിക്കും ആദ്യം കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മുടെ ഫീൽഡ് 150 ഉള്ളതുകൊണ്ട് 5 HP 150 ഫീൽഡ് തന്നെ പ്രീസെറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് വോൾട്ടേജ് സോഴ്സാണ്. അതായത് ഫീൽഡിലേക്ക് നമ്മൾ DC സപ്ലൈ കൊടുത്ത്, അപ്പോൾ നമ്മൾ ഫീൽഡ് 150 പ്രീസെറ്റ് വെച്ചതുകൊണ്ട് നമ്മുടെ ഫീൽഡ് DC വോൾട്ടേജ് എന്ന് പറയുന്നത് 150 വോൾട്ട് കൊടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ളത് പൾസ് ജനറേറ്റർ 1ഉം 2ലും ട്രിഗറിങ്ങിന് വേണ്ടി ഒരു ഡിലേ കൊടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് പോലെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ശരിക്കും ഇപ്പോൾ സൈൻ വേവ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ ഇപ്പോൾ ആൽഫയുടെ വാല്യൂ തന്നെ ഡിഗ്രീസിലായിരിക്കും. അതായത് സൈൻ വേവ് ഇപ്പോൾ 360 ഡിഗ്രി എത്തുമ്പോൾ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആവും. പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പക്ഷെ നമുക്ക് പൾസ് ജനറേറ്ററിൽ ഡിലേ സെക്കൻഡ്സിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് 50 ഹെർട്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 50 ഹെർട്സ് ആയതുകൊണ്ട് തന്നെ ടൈം പീരീഡ് 1/50, അതായത് 0.02 സെക്കൻഡ് അഥവാ 20 മില്ലി സെക്കൻഡ് നമുക്ക് കിട്ടും. അതായത് 360 ഡിഗ്രി ഈക്വൽ ടു 20 മില്ലി സെക്കൻഡ് അഥവാ 1 ഡിഗ്രി ഈക്വൽ ടു 20/360, അതായത് 1/18 മില്ലി സെക്കൻഡ് എന്ന് വരും. അപ്പോൾ നമുക്കൊരു ആൽഫ ഡിഗ്രിയിൽ ട്രിഗർ ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ടൈമിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് α/18 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് α/18 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വന്നത് x+10 ആണ്. അതായത് 10 ms ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അടുത്ത ട്രിഗറിങ് വന്നത് ഹാഫ് സൈക്കിൾ കഴിഞ്ഞിട്ട് പിന്നെയും എക്സിൻ്റെ വാല്യൂ വരുമ്പോഴാണ്. അതായത് x+10 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴാണ് പിന്നെ വരേണ്ടത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ α/18 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ട്രിഗർ പൾസ് വന്നത് α/18 + 10 ആണ്. കാരണം ഹാഫ് സൈക്കിൾ കഴിഞ്ഞിട്ടാണ് ട്രിഗർ ആവുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ 2 വാല്യൂസും കിട്ടും. പിന്നെ നമ്മളിപ്പോൾ തൽക്കാലം ചെയ്യാൻ പോകുന്നത് 18 ഡിഗ്രിയിൽ ട്രിഗർ ചെയ്യാനാണ്. അപ്പോൾ 1 ms 11 ms ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂസ്. അത് കൊടുക്കാനായിട്ട് നമ്മൾ പൾസ് ജനറേറ്റർ ബ്ലോക്കിലോട്ട് പോകണം. പൾസ് ജനറേറ്റർ ബ്ലോക്കിലോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡും പീരീഡും പൾസ് വിട്ടും സെയിം ആയിട്ട് നമുക്ക് വെക്കാം. അതായത് ആംപ്ലിറ്റ്യൂഡ് ഏകദേശം 5 വോൾട്ടും പീരീഡ് 1/50, പൾസ് വിട്ട് 20% ആയിരിക്കും. പിന്നെ ഫേസ് ഡിലേ എന്ന് പറയുന്നത് 1 ms 11 ms. അപ്പോൾ നമുക്കത് ഓരോ വാല്യൂസായിട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പൾസ് ജനറേറ്റേഴ്സ് സെറ്റായി.
അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫുൾ കണക്ഷൻസും എല്ലാ പാരാമീറ്റേഴ്സും എല്ലാം സെറ്റായി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം ഔട്ട്പുട്ട് എങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ പവർ ഫാക്ടറും THD വാല്യൂസൊക്കെ കിട്ടി. ഇനി നമുക്ക് സ്കോപ്പ് തുറന്നു കഴിയുമ്പോൾ എല്ലാ സിഗ്നൽസും ഒരുമിച്ചായിരിക്കും വന്നേക്കണത്. അപ്പോൾ അത് മാറ്റാനായിട്ട് വ്യൂവിൽ പോയിട്ട് ലേഔട്ടിൽ പോയിട്ട് 4 സിഗ്നൽസ് സെപ്പറേറ്റ് കാണിച്ചാൽ മതി. അപ്പോൾ 4 സെപ്പറേറ്റ് സിഗ്നൽസ് ആയിട്ട് വരും. ഇനി നമുക്കതൊന്ന് സൂം ചെയ്തിട്ട് വേണ്ട എക്സാക്സ് സ്കെയിലിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട റീജിയണൽ ഔട്ട്പുട്ട് നമുക്ക് നോട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടോർക്കിൻ്റെയും സ്പീഡിൻ്റെയും കർവ്സാണ്. അത് നമുക്ക് ഇതുപോലെ തന്നെ വ്യൂവിൽ പോയിട്ട് ലേഔട്ടിൽ പോയിട്ട് 2 സിഗ്നൽസ് സെപ്പറേറ്റ് കാണിക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഔട്ട്പുട്ടൊക്കെ ബ്ലാക്ക് സ്ക്രീനിലാണല്ലോ ഇരിക്കുന്നത്. അത് മാറ്റാനായിട്ട് നമ്മൾ ആദ്യം വ്യൂ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് സ്റ്റൈൽ എടുക്കുമ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആ വിൻഡോയിൽ നമ്മൾ ഫിഗർ കളറും ആക്സിസ് കളറും വൈറ്റ് സെറ്റ് ചെയ്യണം. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബ്രഷ് പോലെ ഇരിക്കുന്ന അതിൽ നമ്മൾ ബ്ലാക്ക് കളറും സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് വൈറ്റ് ആയിട്ടും ഗ്രിഡൊക്കെ ബ്ലാക്ക് ആയിട്ടും വരും. അത് കഴിഞ്ഞിട്ട് ഏത് സിഗ്നലാണ് ഇപ്പോൾ ആക്റ്റീവ് ഡിസ്പ്ലേ 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സിഗ്നൽ, അതിൻ്റെ കളർ മാറ്റാം. പിന്നെ അതിൻ്റെ വിഡ്ത്തും അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പോൾ 0.75 2 ഇടുമ്പോൾ കുറച്ചും കൂടെ തിക്കറായിട്ടുള്ള വേവ്സ് നമുക്ക് കിട്ടും. ഇതേപോലെ നമുക്ക് ഓരോ സിഗ്നൽസിനും നമുക്കിങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ആക്റ്റീവ് ഡിസ്പ്ലേ മാറ്റി 2-ലിടുമ്പോൾ രണ്ടാമത്തെ സിഗ്നലിൻ്റെ കളറും വിഡ്ത്തൊക്കെ മാറ്റാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് 3-ാമത്തെയും 4-ാമത്തെയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാ കളേഴ്സും ആഡ് ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ടൊക്കെ വിസിബിളായിട്ടുള്ള രീതിയിൽ കിട്ടാനായിട്ട് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ടോർക്കിൻ്റെയും സ്പീഡിൻ്റെയും ക്യാരിയിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളായി. ഇനിയിപ്പോൾ ജസ്റ്റ് 2-ാമത്തെ എക്സ്പെരിമെൻറ്റും കൂടെ പെട്ടെന്ന് പറഞ്ഞു പോവാം. അതായത് 1B. ഇതിൽ ആകെ വ്യത്യാസം വന്നത് 2 തൈറിസ്റ്റേഴ്സിന് പകരം 2 ഡയോഡ്സാണ് അടിയിലത്തെ 2 പോർഷനിൽ വെക്കണത്. അപ്പോൾ അത്രയും മാത്രമാണ് ഇതിൽ വ്യത്യാസം വന്നത്. അപ്പോൾ ആ 2 എക്സ്പെരിമെൻറ്റ്സും തമ്മിൽ ബാക്കി സർക്യൂട്ടൊക്കെ സെയിം ആണ്. ആകെ ആ തൈറിസ്റ്റർ മാറ്റി ഡയോഡ് വെക്കണം. നമുക്ക് തൈറിസ്റ്റർ ഓരോന്ന് ഡിലീറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഗേറ്റ് പൾസും ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു ഡയോഡ് അവിടെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഡയോഡിൽ നമുക്ക് മെഷർമെൻറ്റ് പോർട്ട് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് മെഷർമെൻറ്റ് പോർട്ട്, എന്നിട്ട് നമുക്ക് 2 ഡയോഡും ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ കണക്ഷൻസും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ 2-ാമത്തെ എക്സ്പെരിമെൻറ്റ് അതായത് 1B ഹാഫ് കൺവേർട്ടറും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നേരത്തെ പോലെ തന്നെ ഗ്രാഫാണെങ്കിലും ഇതിൽ നെഗറ്റീവ് പോർഷൻസ് ക്ലിപ്പായിട്ടുണ്ടാകും. കാരണം നെഗറ്റീവ് സൈക്കിളിൽ നമ്മുടെ ഡയോഡ്സാണ് കണ്ടക്ട് ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് 0 ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഔട്ട്പുട്ട്സും കറക്റ്റായിട്ട് കിട്ടി. ഫസ്റ്റത്തെ 2 എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഔട്ട്പുട്ട്സ് എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് FFT അനാലിസിസ് വെച്ച് THD കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ പവർ GUI ബ്ലോക്കിൽ സെലക്ട് ചെയ്ത് FFT അനാലിസിസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ FFT വിൻഡോയിലൊന്നും കാണില്ല. കാരണം നമ്മൾ FFT വിൻഡോയിലോട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഡാറ്റ കുറച്ച് ലോഗ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ നമ്മുടെ സിമുലിങ്കിൻ്റെ സെറ്റിംഗ് നോക്കണം. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞിട്ട് ഡാറ്റ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യണം. ഇതിൽ സേവ് ടു വർക്ക് സ്പേസ് ഓർ ഫയലിലെ ലാസ്റ്റ് 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ലോഗ് ഡാറ്റ സെറ്റ് ഫയലും സിംഗിൾ സിമുലേഷൻ ഔട്ട്പുട്ടും, ആ 2 ബോക്സസ് അൺചെക്ഡ് ആണെന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്കോപ്പിലോട്ട് പോകേണ്ടതാണ് നോക്കേണ്ടത്. ഇതിൽ ഇൻപുട്ട് കറൻറ്റ് സോഴ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ കറൻറ്റ് സോഴ്സ് 3rd ഇൻപുട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് സ്കോപ്പിൽ കയറിയിട്ട് വ്യൂവിൽ പോകണം. അത് കഴിഞ്ഞിട്ട് കോൺഫിഗറേഷൻ പ്രോപ്പർട്ടീസിലെ ലോഗിങ് ഓപ്ഷൻസ് എടുക്കണം. എന്നിട്ട് ലോഗ് ഡാറ്റ ടു വർക്ക് സ്പേസ് ചെക്ക് ചെയ്യണം. എന്നിട്ട് സ്ട്രക്ചർ വിത്ത് ടൈം കൊടുത്തിട്ട് ഓക്കെ കൊടുക്കണം. അപ്പോൾ ഈ 2 സെറ്റിങ്സ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് THD അനാലിസിസ് ചെയ്യുമ്പോൾ വർക്കാവും. അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റിങ്സ് ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമ്മൾ ഒന്നും കൂടെ ആ മാറ്റ്ലാബിൻ്റെ പ്രോഗ്രാം റൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് FFT വിൻഡോയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാല്യൂസൊക്കെ കാണിക്കുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ നമ്മുടെ സിഗ്നൽ
അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ് പവർ GUI ബ്ലോക്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് F50 എടുക്കുമ്പോൾ നമ്മുടെ ഇൻപുട്സ് എല്ലാം ഇപ്പോൾ കാണുന്ന പോലെ കാണാൻ പറ്റും. നമ്മുടെ കറൻറ്റ് സോഴ്സ് ആയതുകൊണ്ട് THD എന്ന് പറയുന്നത് തേർഡ് ഇൻപുട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് സിഗ്നൽ കാണുമ്പോൾ ആദ്യം കുറേ ഡിസ്റ്റർബൻസസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സിഗ്നൽസ് ഒന്ന് സ്റ്റേബിളായിട്ട് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ടൈം ഒരു 0.8 വെച്ച് കൊടുക്കാം. കാരണം 0.8 തൊട്ടിട്ട് സിഗ്നൽസ് നല്ല അത്യാവശ്യം സ്റ്റേബിളായിട്ടാണ് പോകുന്നത്. ഫസ്റ്റത്തെ കുറച്ച് സെക്കൻഡ്സിൽ ഭയങ്കര നോയ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ടൈം ജസ്റ്റ് 0.8 തൊട്ട് തുടങ്ങാം. ചെയ്ത് കഴിഞ്ഞിട്ട് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 50 വെക്കണം. കാരണം നമ്മുടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നമ്മൾ 50 ഹെർട്സിലാണല്ലോ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 50 വെച്ചിട്ട് ഹാർമോണിക് ഓർഡർ വെച്ചിട്ട് ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ THD നമുക്ക് ഡിസ്പ്ലേ ആവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് THD 31% ആണെന്ന് കിട്ടും. അത് നമ്മുടെ THD ബ്ലോക്കിൽ ഏകദേശം 30% തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് THD ഏകദേശം സെയിം ആയിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ ആകെ ശ്രദ്ധിക്കാനായിട്ടുള്ളത് THD കണ്ടുപിടിക്കുമ്പോൾ ഡാറ്റ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ടിൽ ആ രണ്ട് ചെക്ക് ബോക്സസ് അൺചെക്ഡ് ആയിരിക്കണം. പിന്നെ വ്യൂവിൽ പോയിട്ട് കോൺഫിഗറേഷൻ പ്രോപ്പർട്ടീസിൽ ലോഗ് ഡാറ്റ ടു വർക്ക് സ്പേസ് സ്ട്രക്ചർ വിത്ത് ടൈം സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കണം. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ F50 അനാലിസിസിൽ നമ്മുടെ സിഗ്നൽസൊക്കെ കാണാൻ പറ്റും. ഇത്രയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ സിഗ്നൽസ് മര്യാദക്ക് കാണിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഏത് ഇൻപുട്ടിലാണ് നമ്മുടെ സോഴ്സ് കറണ്ട് തന്നെയെന്നാണ്. അപ്പോൾ ഇതിൽ ഇൻപുട്ട് 3 ആയതുകൊണ്ട് തേർഡ് ഇൻപുട്ടിലാണ് നമ്മൾ F50 അനാലിസിസ് ചെയ്യാനായിട്ട്. കാരണം അതാണ് നമ്മുടെ സോഴ്സ് കറണ്ടിൻ്റെ F50 കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ട് ജസ്റ്റ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 50 സ്റ്റാർട്ട് ടൈം എപ്പോൾ തൊട്ടാണ് സ്റ്റേബിൾ ആവുന്നത് അവിടെ തൊട്ടുള്ള സ്റ്റാർട്ട് ടൈം കൊടുത്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ സെക്കൻഡ് എക്സ്പെരിമെൻറ്റിലായിട്ട് വന്നത്.